ഇപ്പോൾ സമയം 6:30 ആകുന്നു. നമ്മളിതാ രാവിലെ തന്നെ എഴുന്നേറ്റ് റെഡി ആയിട്ടുണ്ട് സോംനാഥ് ടെമ്പിളിൽ പോകാനായിട്ട്. ഇവിടുന്ന് ജസ്റ്റ് 2 കിലോമീറ്റർ ഉള്ളൂ നമ്മൾ സ്റ്റേ ചെയ്യുന്നിടത്തുനിന്ന്. അപ്പം അങ്ങനെയുള്ളപ്പോൾ ഇന്ത്യയിലെ വൺ ഓഫ് ദി നമ്പർ 1 ടെമ്പിൾസായ സോംനാഥ് ടെമ്പിളിൽ പോകാതിരുന്നാൽ അത് വലിയ നഷ്ടമായി പോകും. എപ്പോഴും വരാനൊന്നും പറ്റില്ല നമുക്ക്. അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി 1 മണി 1:30 ആയി കിടന്നുറങ്ങിയപ്പോൾ. ബട്ട് സ്റ്റിൽ ഇന്നിപ്പോൾ 6 മണിക്ക് എഴുന്നേറ്റ് ഇത് 6:30 ആയപ്പോഴത്തേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് വരാം. അവിടെ ഫോൺ വീഡിയോ എടുക്കാനായിട്ട് അലൗഡ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഇൻ കേസ് എടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ ഇതിൽ ക്ലിപ്സ് ആഡ് ചെയ്യാം കേട്ടോ ടെമ്പിളിൻ്റെ. നമുക്കതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കൽ പോയിട്ട് ഫോൺ പോലും അലൗഡ് അല്ലായിരുന്നു കേട്ടോ. അത്യാവശ്യം വേണ്ട പൈസ മാത്രമേ അവരെടുക്കാൻ സമ്മതിക്കുള്ളായിരുന്നു. അതുകൊണ്ടൊന്നും എടുക്കാൻ പറ്റിയില്ല. സമയം ഇപ്പം രാവിലെ 8 മണിയായി. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ചന്ദ്രനെ കാണാം. ഇതാണ് കേട്ടോ അമ്പലം. അതിനകത്തേക്ക് കയറ്റത്തില്ല ഫോൺ, അതുകൊണ്ട് പുറത്തു നിന്നിട്ടുള്ളൊരു വ്യൂ കാണിക്കും. പക്ഷെ അകത്ത് കയറിയാലേ അതിൻ്റെ ഒരു എക്സാക്റ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ. ഗൈസ്, ഒരു രക്ഷയില്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല വൈബ്. എന്ന് വെച്ചാൽ അതിനകത്ത് കയറി കഴിയുമ്പോൾ ഒരു ഫീലുണ്ട്. അത് വന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്താലേ മനസ്സിലാവുള്ളൂ. എനിവേ സോ ഹാപ്പി. ഒരു നഷ്ടവും ഇല്ല രാവിലെ എഴുന്നേറ്റ് വന്നതിൽ. ഭയങ്കര രസമുണ്ട്. ഇതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറേ വേറെയാണ്. ഞങ്ങളുടെ ഇത് കടലാണ് കേട്ടോ പുറകിൽ. അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഞാൻ ഈ സൈഡ് പിടിക്കും. അപ്പം കടലിന് അങ്ങോട്ട് പോയിട്ടൊരു വ്യൂ സെറ്റാക്കുക. അതെ, പുറകിൽ അമ്പലമാണ് കേട്ടോ. ഗൈസ്, നമ്മൾ കടൽ കാണാനായിട്ട് 5 രൂപ ടിക്കറ്റ് എടുത്ത് വന്നിട്ടുണ്ട്. അമ്പലത്തിൻ്റെ പുറകെ കടലാണ്, പക്ഷെ ഡയറക്റ്റ് ആക്സസ് ഇല്ല. നമ്മൾ വേറൊരു വഴി കയറി വരണം. ഞാൻ കാണിച്ചു തരാം. ഇവിടം വരെ വന്നു, വെള്ളം വന്നു. ഈ കടൽ ഒരേ ലെവലാണ് കേട്ടോ. ഇങ്ങനെ സ്ലോപ്പ് ഒന്നുമില്ല ഷോറിൽ നിന്ന് സീയിലേക്ക്. ഭയങ്കര ഒരേ ലെവലിലാണ് നിൽക്കുന്നത്, ലാൻഡും കടലും. പിന്നെ ഇവിടെ ഇങ്ങനെ കുതിര സവാരി, പിന്നെ ക്യാമലിൻ്റെ പൊക്കത്ത് കയറാം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ക്യാമലിൻ്റെ പൊക്കത്ത് വലിഞ്ഞ് കയറിയിട്ടാ. ഭയങ്കര കുലുക്കുക, വിചാരിക്കുന്ന പോലെ അല്ല. മാത്രമല്ല അത് എഴുന്നേൽക്കുകയും ഇരിക്കുകയും ചെയ്യുമ്പോൾ ഉള്ളൊരു ഭൂമി കുലുക്കം പോലത്തെ എഫക്റ്റ് ഉണ്ട്. സൂപ്പറായിരുന്നു എന്തായാലും എക്സ്പീരിയൻസ്. തൊഴുത് കടലും കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ ഹോട്ടലിൽ വന്ന് നേരെ റെസ്റ്റോറൻറ്റിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് തിരിച്ച് റൂമിൽ വന്നു. എന്നിട്ട് ഞാൻ കുറച്ച് നേരം എനിക്ക് 2 പാട്ട് പുതിയത് നോക്കാനുള്ളതുകൊണ്ട് വയലിൻ പ്രാക്ടീസ് ചെയ്തു. ഇനിയിപ്പം സമയം 1:30 ആയി. ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. താഴെ ഇപ്പോൾ വണ്ടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിച്ചിട്ട് തിരിച്ചു വന്നിട്ട് പുതിയ നോക്കിയ പാട്ടൊക്കെ ഒന്ന് സുനിലാറിൻ്റെ കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. ഇന്ന് വൈകുന്നേരം വായിക്കാനാണ് കേട്ടോ ഇന്ന് രാവിലെ പാട്ട് പഠിച്ച്. അങ്ങനെയൊക്കെയാണ് പ്ലാനിങ് അല്ലേ. അപ്പോൾ അതിൻ്റേതായ ടെൻഷനും ഉണ്ടാവും പ്രോഗ്രാമിന്, അതാണ് പ്രശ്നം. എനിവേസ് എല്ലാം നമ്മൾ തരണം ചെയ്യണമല്ലോ. അപ്പോൾ അതും കഴിഞ്ഞ് ഇന്നലത്തെ പോലെ തന്നെ ഈവനിങ് ആകുമ്പോഴത്തേക്ക് റെഡിയാകുക, എന്നിട്ട് പ്രോഗ്രാം സ്ഥലത്തേക്ക് പോവുക. ഇപ്പോൾ അതാണ് നമ്മുടെ ഷെഡ്യൂൾ ഇന്നത്തെ. അപ്പോൾ ഇനി ബാക്കി കാഴ്ചകൾ വഴിയേ കാണാം. പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ തലേദിവസത്തെ പോലെ തന്നെ ഫുഡ് കഴിക്കാനായിട്ട് പോയപ്പോൾ അവിടെ ഇപ്പോഴാണ് ഞങ്ങൾ കാണുന്നത്. ഇതുപോലെ 2 അമേരിക്കൻ ബ്രീഡ്സ് ഉണ്ടായിരുന്നു. കുറച്ച് നേരം ഞങ്ങളെല്ലാവരും അതിൻ്റെ അടുത്ത് പോയി. ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ. എന്തൊരു എടുപ്പാണെന്നറിയോ, സിംഹത്തിനെ പോലെയാണ് ഇരിക്കുന്നത്. ഭയങ്കര വലിപ്പമാണ്, ഈ കാണുന്ന പോലെ അല്ല. അപ്പം അതിനെ കുറച്ച് നേരം കളിപ്പിച്ചു. പിന്നെ തിരിച്ച് റൂമിലെത്തി ഒരു കാപ്പിയൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങൾ വേഗം റെഡിയായി നെക്സ്റ്റ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇറങ്ങി. അങ്ങനെ പ്രോഗ്രാം സ്ഥലത്തെത്തി. പ്രോഗ്രാം എല്ലാം നല്ല അടിച്ച് പൊളിച്ച് നമ്മൾ ചെയ്തു. എല്ലാവർക്കും ഭയങ്കരമായിട്ട് പ്രോഗ്രാമൊക്കെ ഇഷ്ടപ്പെട്ടു. എല്ലാവരെയും കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെയും ഒരുപോലെ എൻജോയ് ചെയ്യിപ്പിക്കാൻ ഈ അനുഗ്രഹീത കലാകാരന്മാർക്ക് സാധിച്ചു. ഈ എല്ലാ കലാകാരന്മാർക്കും സ്റ്റെല്ല മാരീസ് കാത്തലിക് ചർച്ചിന്റെ പേരിലും തോമസ് കൂട്ടുങ്കൽ ഫാമിലിയുടെ പേരിലും ഈ വേരാവൽ ദേശത്തിന്റെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു.
പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് നമ്മൾ റൂമിൽ വന്ന് കിടന്നുറങ്ങി. അന്ന് പ്രത്യേകിച്ച് ഒരു വീഡിയോയും എടുത്തില്ല, ആകെ ടയേർഡായിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഞാനും സുനിലേട്ടനും കിഷോറേട്ടനും പിന്നെ ഈ നടുക്കിയിരിക്കുന്നത് അവിടുത്തെ തന്നെ അച്ഛനാണ്, വിനോദ് ഫാദർ. അച്ഛനും ഞങ്ങളുടെ കൂടെ തിരിച്ച് നാട്ടിലേക്ക് വരാനായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇത്രയും പേരായിരുന്നു ഫ്ലൈറ്റിൽ നാട്ടിലേക്ക് വന്നത്. അലനും ജോർജേട്ടനും ബൈ ട്രെയിൻ പോയി, കാരണം അവർക്ക് വേറൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഫ്ലൈറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഒരു ടെൻഷൻ ഉള്ളതുകൊണ്ട് അവർ ബൈ ട്രെയിൻ പോയി, കാരണം ഇൻഡിഗോയുടെ പ്രശ്നങ്ങൾ നടക്കുന്നതുകൊണ്ട്. പക്ഷെ നമ്മൾ റിസ്ക് എടുത്ത് എയർപോർട്ടിലേക്ക് തന്നെ വന്നു. ഭാഗ്യത്തിന് നമുക്ക് ഫ്ലൈറ്റൊക്കെ കിട്ടി കേട്ടോ. പിന്നെ ഗുജറാത്തിലെ നമ്മൾ പോയ ഏരിയയുടെ പ്രത്യേകതയൊക്കെ അച്ഛൻ കൂടെ ഉള്ളതുകൊണ്ട് അച്ഛൻ പറഞ്ഞു തന്നു കേട്ടോ. അച്ഛൻ 35 വർഷമായിട്ട് ഗുജറാത്തിലുണ്ട്, മലയാളിയാണ്. അപ്പം അച്ഛൻ ഇടുക്കിക്കാരനാണ്, പക്ഷെ അവിടെയാണ് 35 ഇയേഴ്സായിട്ട്. അപ്പം അച്ഛൻ പറഞ്ഞു തന്നു നമുക്ക്. ഈ സൈഡിൽ കാണുന്ന മുഴുവൻ കടലയാണ് കേട്ടോ, എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ട്രക്കിൽ കയറ്റിയിരിക്കുകയാണ്. അങ്ങ് വരെ നീണ്ട വരിയാണ്. അവിടുത്തെ കടല ഭയങ്കര സ്പെഷ്യലാണ്, അവിടെ ഒത്തിരി കടലപ്പാടങ്ങളുണ്ട്. നമ്മൾ പോകുന്ന വഴി ജസ്റ്റ് അച്ഛൻ ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഒരു കുഞ്ഞ് പാക്കറ്റ് വാങ്ങിച്ചു തന്നു. അടിപൊളിയാണ് കേട്ടോ, ക്വാളിറ്റി എന്ന് പറയുന്നത് അതാണ്, ഫസ്റ്റ് ക്വാളിറ്റി. അപ്പോൾ പിന്നെ ചായ ഉണ്ടല്ലോ, ഗുജറാത്തിൽ നിന്ന് പോരുന്നതിന് മുമ്പ് ഒരു ചായയും കൂടെ കുടിക്കാൻ പറ്റിയ നല്ലതാണല്ലോ. പിന്നെ ഈ കാണുന്നത് പഞ്ഞിപ്പാടങ്ങളാണ് കേട്ടോ, പഞ്ഞിയാണ് നിൽക്കുന്നത്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ഉച്ചയായപ്പോഴത്തേക്ക് ലഞ്ച് കഴിക്കാൻ കയറി. അച്ഛൻ അവിടുത്തെ സ്പെഷ്യൽ ഗുജറാത്തി താലി തന്നെ നമുക്ക് സജസ്റ്റ് ചെയ്തു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ രാജ്കോട്ട് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തി. ഇനി ഇവിടെ നിന്നാണ് നമുക്ക് ബാംഗ്ലൂർക്ക് ഫ്ലൈറ്റ്. അങ്ങനെ ലക്ലി നമുക്ക് ഹിരാസർ ടു ബാംഗ്ലൂർ ഫ്ലൈറ്റ് കിട്ടി. ആൻഡ് ഓൾസോ നമുക്ക് ബാംഗ്ലൂർ ടു കൊച്ചിൻ ഫ്ലൈറ്റ് ഓൾറെഡി ക്യാൻസൽഡ് ആയിരുന്നു, പക്ഷേ ഇൻഡിഗോക്കാർ തന്നെ കൺവേർട്ട് ചെയ്ത് 10:30 ഫ്ലൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. സോ ഭയങ്കര ലക്കായി പോയി ഇന്നത്തെ ദിവസം. ഒന്നുകൂടെ ഓക്കെ. ഗൈസ്, നമ്മൾ ഫ്ലൈറ്റിൽ കയറി. ഞാനും സുനിലേട്ടനും പിന്നെ ഫാദറുണ്ട്, പിന്നെ കിഷോറേട്ടനുണ്ട്. പക്ഷെ അവർക്ക് രണ്ടുപേർക്കും അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് സീറ്റ് കിട്ടിയിരിക്കുന്നത്. ബാംഗ്ലൂർ എയർപോർട്ട് റീച്ച് ചെയ്തു. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. 10:30 ഫ്ലൈറ്റ്. 2-3 മണിക്കൂർ ഡിലേ ഉണ്ട്, അല്ല പോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ നാട്ടിലെത്തി. നമ്മുടെ സ്വന്തം നാട്ടിലെത്തുമ്പോൾ ഒരു വല്ലാത്ത ആശ്വാസമാണ് കേട്ടോ. അതിന് ഏത് നാട്ടിൽ എത്ര നല്ല സ്ഥലത്ത് എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞാലും നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിലെത്തുമ്പോൾ ഒരു കംഫർട്ട് സോൺ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ബാഗേജൊക്കെ എടുത്ത് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മുടെ ഗുജറാത്ത് വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.